എങ്ങോട്ടായി കിടന്ന് ഓടുന്നതല്ലേ? ബസ് കിട്ടൂല. സോ ബസ് പിടിക്കാനുള്ള ഓട്ടത്തിലേനു. അങ്ങനെ ബസ് കിട്ടി. കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരു ചായയും കുടിച്ചിട്ട് നേരെ ട്രെയിന് കയറി. അപ്പം എങ്ങോട്ടാണ് പോകുന്നു പറഞ്ഞില്ലല്ലോ, കോഴിക്കോടേക്ക് KLF കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10:45 സംതിങ് 10:30 ടൈമിലേക്ക് നമ്മൾ കോഴിക്കോട് എത്തിയിട്ട് ഓട്ടോ പിടിച്ചിട്ട് നേരെ ബീച്ചിലേക്ക് പോയി. അങ്ങനെ ഫൈനലി KLFിലെത്തി. ഞാൻ ആദ്യമായിട്ട് KLFിന് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്തൊരു 4-5 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ വെയിലത്ത് നടന്നിട്ടുണ്ടായിനി. പക്ഷേ നമ്മൾ ഈ റീലിലും അല്ലാണ്ട് ഇപ്പോൾ കുറേ ഇതിലൊക്കെ കണ്ട് പരിചിതമായ കുറേ മുഖങ്ങൾ നേരിട്ട് കാണാൻ പറ്റിയതിലും ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഈ കാഴ്ചകളൊക്കെ കാണാണ്ടിരിക്കുന്നത് എങ്ങനെയല്ലേ? പിന്നെ എത്ര കാര്യം ആൾക്കാരടോ. അതിനുശേഷം റിമാ കല്ലിങ്കൽ മാമിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായി, അത് കുറച്ച് അറ്റൻഡ് ചെയ്തു. പിന്നെയും കയറി ഇറങ്ങി നടന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു, കുറച്ച് എക്സിബിഷൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് ഇൻസ്പിറേഷൻ ആൻഡ് മൈ ഫേവറേറ്റ് ട്രാവലർ എല്ലാവരും ആയിരിക്കും. അതിനുശേഷം നമ്മൾ ആസ് യൂഷ്വൽ എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ടായതെല്ലാം അത്യാവശ്യം ട്രൈ ചെയ്ത്. ഇതെല്ലാം കോഴിക്കോടിൻ്റെ സ്പെഷ്യലായിട്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് തിന്നത്. പിന്നെ ലോഡഡ് ഫ്രൈസ്, ദെൻ ഉപ്പിലിട്ടത് മെയിനാണല്ലോ, എവിടെയൊക്കെ ഉണ്ടായാലും തിന്നും. ഇത് മാത്രം എനിക്ക് അത്ര അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. ആടുന്ന് കിട്ടിയൊരു വിശറി ഉള്ളതുകൊണ്ട് ജീവിച്ചു. അങ്ങനെ ആടുന്ന് ഉച്ചക്ക് നേരെ SM പോയി. എന്നിട്ട് ആ SM സ്ട്രീറ്റിൽ നിന്നാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായത്. വിശന്നൊരു പരിവായതുകൊണ്ട് തന്നെ തിന്നത് എങ്ങനെയാ അറിയിട്ടില്ല. പിന്നെ വരുമ്പോൾ നല്ല തിരക്കേനു. അപ്പോൾ ബൈ.